അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ റമദാൻ മാസത്തിൽ നമ്മൾ നന്മകളുമായിട്ട് മുന്നേറുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ മുഖ്യ ശത്രുവായ പിശാചിനെ കുറിച്ചാണ്. ഒരു മനുഷ്യനെ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവസാനം നരകത്തിൽ കൊണ്ടുപോയി ഇടുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്നവനാണ് പിശാച്. ആ ശൈത്താനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിലൂടെ പിശാചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പിശാച് 7 കെണികൾ മനുഷ്യനെ നരകത്തിലേക്ക് ചാടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ടുള്ള കെണി, അത് ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള ആരാധനകൾ, അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചാർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പിശാച് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഗൗരവം തിരിച്ചറിയുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ. അതായത് ഒരിക്കൽ ശിർക്ക് ചെയ്തുകൊണ്ട് പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി അതിനെ നോക്കിക്കാണുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ. രണ്ടാമത്തെ കുതന്ത്രം പിശാച് ഉപയോഗിക്കുന്നത് ബിദ്അത്തുകളാണ്. അതായത് മതത്തിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ അത് മതമായിട്ട് കണ്ടുകൊണ്ട്, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ മതത്തിന്റെ ആചാരങ്ങളായിട്ട് കൊണ്ടു നടക്കലാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇത് പിശാച് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു കുതന്ത്രമാണ്. പൊതുവിൽ ഈ ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പണ്ഡിതന്മാര് പറയാറുണ്ട്, നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട്, പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കും ഈ ഒരു പാപം ആളുകൾ ചെയ്യുക. അതിൽ നിന്നും വിട്ടുനിൽക്കൽ അനിവാര്യമാണ്, പിശാചിന്റെ കുതന്ത്രമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയാനുള്ള മാർഗം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മതത്തിൽ ഉള്ളതാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കുതന്ത്രം ഖബായിറുകൾ ചെയ്യാൻ പിശാച് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. എന്താണ് ഖബായിറുകൾ? ഖബായിറുകൾ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിശാച് പ്രേരിപ്പിക്കും. ഒരു കാര്യം, അത് പാപം ചെറുപാപമാണോ വൻപാപമാണോ എന്നറിയാൻ എന്താ മാനദണ്ഡം? പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അള്ളാഹുവും റസൂലും ഒരു പാപത്തെ കുറിച്ച് പറഞ്ഞു തന്നു. ആ പാപം ചെയ്താൽ നാളെ പരലോകത്ത് ഇന്നതാണ് ശിക്ഷ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് എങ്കിൽ, അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ആ ഒരു പാപം ചെയ്താൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്ന ഹദ്, ഒരു ശിക്ഷ നൽകണമെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ അള്ളാഹുവും റസൂലും ലഅനത്ത് ചൊല്ലിയിട്ടുള്ള, അള്ളാഹുവും റസൂലും ശപിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വൻപാപങ്ങളാണ്. ആ വൻപാപങ്ങൾ ചെയ്താൽ തൗബ ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഖബായിറുകളുടെ പ്രത്യേകത. ഇനി നാലാമത്തെ കുതന്ത്രം പിശാച് ഉപയോഗിക്കുന്നത് അത് സഗായിറുകളാണ്, ചെറുപാപങ്ങളാണ്. ചെറുപാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അത് വൻപാപത്തിന്റെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് ആരും അതിനെ നിസ്സാരമാക്കി കാണാൻ പാടില്ല എന്നത് പണ്ഡിതന്മാര് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട്. ചെറുപാപങ്ങൾ എന്ന് പറയുമ്പോൾ വൻപാപങ്ങളല്ലാത്ത എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളാണ് എന്നർത്ഥം. അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇന്ന പാപം ചെയ്താൽ അതിന് ഇന്നതാണ് ശിക്ഷ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെറുപാപങ്ങളാണ്. അള്ളാഹുവും റസൂലും ലഅനത്ത് ചെല്ലാത്ത,
ശാപപ്രാർത്ഥന നടത്താത്ത കാര്യങ്ങളൊക്കെ അത് ചെറുപാപങ്ങളാണ് എന്നർത്ഥം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറുപാപങ്ങൾ ചെയ്യുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ ഒരു പുള്ളി വീഴ്ത്തി പിന്നീട് താൻ ചെയ്യുന്നത് ഒരു പാപമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആളുകൾ മാറുന്ന അവസ്ഥയുണ്ടാകും. അതിന് അഡിക്റ്റായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്നർത്ഥം. അത് പിന്നീട് നാളെ കുമിഞ്ഞുകൂടി ഒരു വൻപാപത്തിന്റെ ദോഷം നാളെ പരലോകത്ത് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ചെറുപാപം നന്മകളിലൂടെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒന്നാണ്. അതായത് ധാരാളക്കണക്കിന് നന്മയായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ നന്മകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. അതെല്ലാം ചെറുപാപങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പൊ ഹസനാത്തുകൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് ചെറുപാപങ്ങളെ മായ്ച്ചു കളയാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം. ഇവിടെ ഈ 4 കാര്യങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ റമദാൻ മാസത്തിലൂടെ പോകുമ്പോൾ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അതിലൊരിക്കലും ബിദ്അത്തിൻ്റെതായിട്ടുള്ള അംശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മതത്തിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള യാതൊന്നും നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആരും മലക്കുകളല്ല. നമ്മളെല്ലാവരും തിന്മ ചെയ്യുന്ന പ്രകൃതത്തോട് കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളോട് തിന്മകൾ ചെയ്താൽ അത് തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. തെറ്റുകൾ ചെയ്യുന്ന എന്റെ ദാസന്മാരെ, എന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. എങ്കിൽ ആ ദാസന്മാര് തെറ്റുകൾ ചെയ്ത് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി കൊണ്ട് വിനീതമായ നിലക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നുള്ളതാണ്. അള്ളാഹു അത് പുറത്തു തരും. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ് പാപങ്ങൾ തൻ്റെ അടിയാറുകൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഖബായിറുകളായിട്ടുള്ള വൻപാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. അതുപോലെ തന്നെ ചെറുപാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനോ, അതോടൊപ്പം തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഭാരങ്ങൾ കുറക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഒരു മാസമാണ് റമദാൻ മാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനിയോ ഈ 4 കുതന്ത്രങ്ങൾ കഴിഞ്ഞാലും പിശാച് മനുഷ്യനെ വെറുതെ വിടുകയില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും, അതല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളെ തൊട്ട് ജാഗ്രതയോടുകൂടി കഴിയുന്ന ഒരു വിശ്വാസിയാണ് എങ്കിലും 5-ാമത്തെ കുതന്ത്രം അവൻ ഉപയോഗിക്കും. അവൻ ലഭിക്കാനിരിക്കുന്ന നന്മകളെ തൊട്ട് തടയാൻ പിശാച് പരിശ്രമിക്കും. അതിൽ 5-ാമത്തെ കാര്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് മുബാഹാത്തുകളിൽ ഒരു മനുഷ്യനെ അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. അതായത് മുബാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ചതാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ബിസിയാക്കി മാറ്റുക. മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ധാരാളക്കണക്കിന് വിഷയങ്ങൾ, ആ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ അനുവദിച്ച കാര്യങ്ങളിൽ ബിസിയാക്കി മാറ്റുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നന്മയിൽ മുന്നേറാൻ പലപ്പോഴും അത്തരം വ്യക്തികൾക്ക് സാധിക്കുകയില്ല എന്നർത്ഥം. അതായത് ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഒരു വ്യക്തി നിരന്തരമായിട്ട് ഇങ്ങനെ ടൂർ പോവുകയാണ്. ഒരു ടൂർ കഴിഞ്ഞാൽ വേറെ സുഹൃത്തുക്കളുമായിട്ട് മറ്റൊരു ടൂർ പോകുക എന്ന് പറയുന്നത് ഹറാമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് വിലക്കപ്പെട്ട ഒരു വിഷയമല്ല. പക്ഷേ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരുപാട് നന്മകളെ തൊട്ട് തടഞ്ഞുകൊണ്ടാണ് പല രൂപത്തിലുള്ള അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലും ആളുകൾ ബിസിയായി പോകുന്നത് എന്ന. ചില ആളുകൾ വീട്ടിൽ തന്നെ ബിസിയാവും, കുടുംബവുമായിട്ട് പുറത്തേക്ക് വരാത്ത അവസ്ഥ. അവരെ സംബന്ധിച്ച് പുറം ലോകത്ത് നടക്കുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ മുടക്കിക്കളയുന്ന, നമ്മുടെ മുമ്പിൽ ഒരു വഴിമുടക്കിയായിക്കൊണ്ട് പിശാച് പ്രത്യക്ഷപ്പെടും. ഇത് അവൻ ചെയ്യുന്ന 5-ാമത്തെ കുതന്ത്രമായി കൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അതായത് ശിർക്ക് ചെയ്യാത്ത, ബിദ്അത്തുകൾ ചെയ്യാത്ത, വൻപാപങ്ങളും ചെറുപാപങ്ങളും ചെയ്യാത്ത, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കുറച്ചൊക്കെ അള്ളാഹു അനുവദിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലും ചെയ്യുന്ന, അത് സൂക്ഷിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾ,
അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ, അവരെയും പിശാച് വെറുതെ വിടുന്നില്ല. അവരെയും പിശാച് നരകത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ അവന് ലഭിക്കാനിരിക്കുന്ന അമലുകളുടെ ആ തോത്, അതിന്റെ പ്രതിഫലത്തിന്റെ തോത് അത് കുറക്കാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിക്കുമെന്നാണ്. അതാണ് അവൻ ചെയ്യുന്ന 6ാമത്തെ കെണി എന്ന് പറയുന്നത്. ആ കെണി എന്താ? ഒരു വ്യക്തിയുടെ മുമ്പിൽ 2 കാര്യങ്ങളുണ്ട് എങ്കിൽ, നന്മകൾ ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാനുള്ള 2 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ മുമ്പിലുണ്ട് എങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തെ തൊട്ട് വിസ്മരിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്ന കാര്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിശാച് അവനെ പ്രേരിപ്പിക്കുമെന്നാണ്. അതായത് ഒരു ഔലവിയാത്തുണ്ട് നമ്മളുടെ മുമ്പിൽ, ഒരു മുൻഗണനയുണ്ട് നമ്മളുടെ മുമ്പിൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി. ആ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, ആ സാഹചര്യങ്ങളെ തൊട്ട് നമ്മളെ മറപ്പിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കാനുള്ള കാര്യത്തിലേക്ക് ശൈത്താൻ അവനെ എത്തിക്കുമെന്നുള്ളതാണ്. ഇതും പിശാചിന്റെ ഒരു കെണിയായി കൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഈ 6 കാര്യങ്ങളെക്കുറിച്ചും ജാഗ്രത പുലർത്തിക്കൊണ്ട് അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെയും പിശാച് അവസാനത്തെ അവന്റെ കുതന്ത്രം ഉപയോഗിക്കുമെന്നുള്ളതാണ്. അവനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിക്കുന്ന അവന്റെ അവസാനത്തെ കെണി എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്കെതിരിൽ ശത്രുക്കളെ ഉണ്ടാക്കി വിടുക എന്നുള്ളതാണ്. എങ്ങനെയാ ശത്രുക്കളെ ഉണ്ടാക്കി വിടുക? നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും ശത്രുക്കൾ. ഒരുപക്ഷെ ഭാര്യക്ക് ഭർത്താവായിരിക്കും ശത്രു, ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയായിരിക്കാം ശത്രു, ഒരുപക്ഷെ മാതാപിതാക്കളാകാം, അതല്ലെങ്കിൽ മക്കളാകാം, അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളാകാം. ഒന്നുമല്ല എങ്കിൽ ഒരു സമൂഹം തന്നെ ഒന്നടങ്കം അവനിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവനെ തളർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ അവനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ശത്രുതയുണ്ടാക്കി ഇളക്കി വിടുക എന്ന് പറയുന്നത് അത് പിശാചിന്റെ ഒരു കെണിയാണ്. ഈ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അത് ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കാണ്. ഓരോ അമ്പിയാക്കന്മാരുടെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. അവരൊക്കെ ഒന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ നാട്ടുകാരിൽ നിന്ന്, അവരുടെ സ്വന്തം മിത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ആളുകളാണ്. ആ പ്രയാസങ്ങളൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് അവരെ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് കൂപ്പുകുത്താൻ വേണ്ടിയിട്ട്, അതിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് പിശാച് ഒരുപാട് കെണികൾ മെനഞ്ഞിട്ടുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ, സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ, അതിനുശേഷം പിൽക്കാലക്കാരായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ തളർത്താനുള്ള ഒരു ശ്രമം പിശാചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇനി നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യുക. 7 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പിശാച് ഉപയോഗിക്കുന്ന കെണി. 1, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ്. 2, ബിദ്അത്തുകളാണ്, പുതുതായിട്ട് മതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. 3-മത്തേത് വൻപാപങ്ങളാണ്, ഖബായിറുകൾ. 4-മത്തേത് സഗായിറുകളാണ്, ചെറുപാപങ്ങൾ. 5-മത്തേത് മുബാഹാത്തുകളിൽ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ബിസിയാക്കി മാറ്റലാണ്. 6-മത്തേത് നമ്മളുടെ മുമ്പിൽ ഒരു നന്മയായിട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കാനുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതിനെ തൊട്ട് വിസ്മരിപ്പിച്ചു കളഞ്ഞുകൊണ്ട് പ്രതിഫലം കുറഞ്ഞ കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ 7-മത്തേത് നമുക്കെതിരിൽ ശത്രുക്കളെ തിരിച്ചുവിടുക എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈ 7-ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ അവസാനം പറഞ്ഞ കാര്യങ്ങളിലേക്ക്, 7-മത്തേതും 6-മത്തേതും ഒക്കെയായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താനുള്ള പരിശ്രമമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന് എല്ലാ നിലക്കുമുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം. റമദാൻ മാസം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഉതകുന്ന ഒരു മാസം, നന്മയിൽ മുന്നേറാൻ കഴിയുന്ന ഒരു മാസം, തിന്മകളോട് വിട പറയാനുള്ള ഒരു മാസം, തിന്മകളെ
തിന്മകളാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും റമദാന് ശേഷവും ആ തിന്മകളെ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപത്തിൽ നല്ല ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തുന്ന ഒരു കളരിയായിക്കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ഒരു മാസം, ആ ഒരു മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. ഇവിടെ പറഞ്ഞ തിന്മകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നന്മയായിട്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് ഈ ഒരു മാസത്തിൽ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.